ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ലാത്ത ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കിഴങ്ങ് നല്ല പോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബൗളിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചുഴറ്റിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തമായിട്ടും ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇപ്പോൾ കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു പകുതി സവാളയും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞെടുത്തതും ഇനി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടായ പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്നൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ഒരു മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ എണ്ണ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നെയ്യൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയെല്ലാം അത് സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ചൂടോട് കൂടെ തന്നെ ഇതിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്നും ചപ്പാത്തി കഴിച്ച് മടുത്തവരാണെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, സംഭവം ഈസി അല്ലേ?